ഇബ്രാഹിം ഉമ്മ ഇപ്പൊ അവിടെ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നേ പിക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ മോൻ അവിടെ കസിൻസിന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം കൂടെ താമസിക്കാൻ പോവാണ്. 2 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോവാം. എന്താണ് മോനെ, ഈ സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഗേൾസിനല്ലേ വരുന്നത്? അല്ല, ഗേൾസിനല്ല, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ബോയ്സിനും ഇതൊക്കെ ഉണ്ടാവാം. ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്യാതറിംഗിൽ പോകുന്നു, ഇപ്പൊ മോന്റെ എല്ലാ കസിൻസ് ഉണ്ട്, അവന്മാരൊക്കെ നിന്നെ എപ്പോഴും നോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്, പക്ഷെ അവിടെ വേറെ പിള്ളേരും ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും രീതി, ഇപ്പൊ ഈ സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ പറയുന്നത് സെക്ഷലി നിനക്ക് ഇഷ്ടമില്ലാതെ നിന്റെ പ്രൈവറ്റ് പാർട്സിലോ അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്ന മാത്രമല്ല, വാ കൊണ്ട് എന്തെങ്കിലും മോശമായി നിനക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതും ഒരു അസോൾട്ടാണ്. അതുപോലെ തന്നെയാണ് ഫിസിക്കലും. നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ ചില മൊമെന്റ്സിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇപ്പൊ അവിടെ എല്ലാവരും ഉണ്ട്, മോനായിക്കോട്ടെ അല്ലെങ്കിൽ മോനെക്കാട്ട് ചെറിയൊരു കുട്ടി ആയിക്കോട്ടെ, എന്തെങ്കിലും ഇങ്ങനെ ഒരു മോശം അപ്രോച്ച് ഉണ്ടാകുമ്പോൾ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടച്ചസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് നോ പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. കാരണം നിങ്ങൾ ചെറുതല്ലേ, അവരോട് പറഞ്ഞാൽ അവരെങ്ങനെ എടുക്കും, അവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ള പേടിയുള്ളപ്പം ലോകത്തുള്ള ഏറ്റവും മിടുക്കന്മാരായ ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ എല്ലാവരുടെയും കൈ ഫോണുണ്ട്. ആ ഫോണിൽ പതുക്കെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്നു പോയിട്ട് ഉമ്മാക്കോ വാപ്പായ്ക്കോ നമ്മൾ തമ്മിൽ അറിയുന്ന ഒരു കോഡ് വേർഡ് അയക്കുക. ഇപ്പൊ സേ കം ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ആം ഇൻ ട്രബിൾ, അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് മാത്രം SMS വാട്സപ്പോ ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ഫോർ മീ ചെയ്തേക്കുക. അപ്പൊ അവരറിയില്ല. ഞങ്ങൾക്കത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും യു ഹാവ് സം പ്രോബ്ലം, യു വാണ്ട് ടു ബി പിക്ഡ് ബാക്ക്, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നിനക്ക് അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾക്കപ്പോൾ മനസ്സിലാവുമല്ലോ, നമ്മൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ ബി അവെയർ. അപ്പൊ നമ്മളൊരു എൻജോയ്മെന്റിനൊക്കെ പോകുന്നതാണ്, നമ്മുടെ കസിൻസ് ആണ്, പക്ഷെ അവിടെ വേറെയും കുട്ടികളും ആൾക്കാരും ഒക്കെ വരും, അല്ലെ വലിയ ആൾക്കാർ വരും. അപ്പൊ അവരുടെ അപ്രോച്ച് എന്താണെന്ന് നോക്കണം. നീ ഡിസ്കംഫർട്ടാണ്, മോന് കംഫർട്ടബിൾ അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരോട് പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ട് ഫോൺ ചെയ്ത് പറയാൻ പറ്റില്ല, അവരൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പതുക്കെ ഒരു ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളും. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നല്ല, ഇത് വേൾഡ് അറൗണ്ട് ആൾക്കാർ, പല പേരൻസും ട്രൈ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ.